ഫാമിലി റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് വിത്ത് മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മിനിമം ഓഫ് 2 persons ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളുടെ കണ്ടസ്റ്റൻസ്, അതായത് മത്സരാർത്ഥികളെയും അവരുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും പരിചയപ്പെടാം. വീണ നായർ ആൻഡ് ഫാമിലി. ഓക്കെ, വീണ ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ട് സാരിയൊക്കെ ഉടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ? നമ്മുടെ തുടക്കത്തിൽ അന്ന് എല്ലാവരും കൂടെ ചേർന്ന് നിന്നപ്പം മാത്രം എടുത്തു, അല്ല ഷോയിൽ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇന്ന് വന്നിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് എൻ്റെ ഭാവി വരൻ്റെ അമ്മ, അതായത് ഭാവി അമ്മയുടെ സ്ഥാനത്ത് അല്ലേ, മദർ ഇൻ ലോ ആകാൻ പോണ ആള്. ഇത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, ദാറ്റ് ഈസ് യുവർ ബ്രദേഴ്സ് വൈഫ്, സിസ്റ്റർ ഇൻ ലോ. ശരിക്കും ഇങ്ങനൊരു ഷോ വരികയാണെങ്കിൽ ആദ്യം ഇവിടെ കൊണ്ടുവരേണ്ടത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ ഇപ്പോൾ കൂടെ ഇല്ല, ഇപ്പം അടുത്തിടയ്ക്കാണല്ലോ മരിച്ചത്. അമ്മ നന്നായി കുക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് അമ്മയുണ്ട്. എന്തായാലും മദർ ഇൻ ലോ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ എത്തിയതിൽ വളരെ സന്തോഷം. വീണയ്ക്കൊരു വലിയ സപ്പോർട്ട് തന്നെയാണ്. കാര്യം ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥയിൽ അല്ലേ, മദർ ഇല്ലാത്തൊരു ഇതിൽ. പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട്, നന്നായിട്ട് പോകും. അപ്പോൾ 2 നല്ല പാചകക്കാരാണ്. ഒപ്പം പിന്നെ വീണയും നന്നായിട്ട് കുക്ക് ചെയ്യും. ആരാണ്? അതായത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കൊണ്ട് പറയില്ല, അല്ലാതെ നന്നായിട്ട് എല്ലാ സംഭവങ്ങളും വീട്ടിലെല്ലാം ചെയ്യുന്നത് പ്രിയ തന്നെയാണ്. ഞാൻ ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെയല്ല. എന്നാലും ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരും തോന്നുന്നു. എനിക്ക് അറിയാൻ ചെയ്യേണ്ടി വരും. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന റൗണ്ടായിരിക്കും. എന്തായാലും 2 തൂണ് പോലെ 2 ആൾക്കാർ സഹായിക്കാനുണ്ട്. ഒരു പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ടിരിക്കാം അല്ലെ. സ്ട്രോങ് സപ്പോർട്ട് വാസ്തവത്തിൽ. അപ്പോൾ വീണ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ പാചകം ചെയ്യുന്ന ആൾ തന്നെയാണ്. അതിനോടൊപ്പം 2 നല്ല പാചകക്കാരെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നിങ്ങൾ ഏത് സ്റ്റൈലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കോട്ടയം ശൈലിയിലുള്ള ഒരു ലഞ്ച് അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കവള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും എൻ്റെ സ്പെഷ്യലിലേക്കാണ് ഞാൻ പറയാറ്. ഇത്തവണ ഞങ്ങളുടെ സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ കൂടെ അമ്മയുണ്ട്, ഏട്ടത്തിയമ്മയുണ്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ തന്നിരിക്കുന്നത് ലഞ്ചാണ്. നാടൻ ഉച്ച വിഭവം, ഉച്ചയൂണ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്നത് കോട്ടയം സ്റ്റൈലിലാണ്. അപ്പോൾ ഇന്ന് ഇവർ 2 പേരുമാണ് ശരിക്കും ഇന്നത്തെ മെയിൻ താരങ്ങൾ. ഞാനിൽ നിന്ന് ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവർ 2 പേരായിരിക്കും നല്ല കാര്യമായിട്ട് തയ്യാറെടുക്കുന്നത് അല്ലേ? ഈ അമ്മ പറയും ബാക്കി. എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. താറാവ് കറി, ചിക്കൻ, ബീഫ്, മീൻ കറി, വറുത്തത്, ചോറ്, കരിമീൻ മസാല, പിന്നെ മസാല പുരട്ടിയൊക്കെ ആണെന്ന് തോന്നുന്നു, എനിക്കതിനൊരു ഡൗട്ട്. പിന്നെ അങ്ങനെ സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, അങ്ങനെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കണം. ഈ പരിമിത സമയത്ത് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തേതിൻ്റെ ഫസ്റ്റ് തയ്യാറെടുപ്പ് ബീഫ് ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ കത്തിക്കുവാണ്. ഇത് അമ്മ കത്തിക്കട്ടെ, അമ്മ കത്തിച്ചു. വളർത്താനുള്ള ബീഫ് അത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ പാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തുണ്ടാക്കാനാണ്? മീൻ, നല്ല അടിപൊളി തുണ്ടൻ മീൻ്റെ കറി, വറ്റിച്ച മീൻ കറി, കോട്ടയം മീൻ കറി. എരിവാണെങ്കിൽ ഇങ്ങനെ നല്ല ഉഗ്രൻ എരിവായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ വരെ ഇങ്ങനെ വയ്ക്കുമെന്ന്. എണ്ണ ചൂടായി കടുക് പൊട്ടിക്കുകയാണ്. ഉള്ളി ഇടണം, ഉള്ളി വഴറ്റണം. വെളുത്തുള്ളി, ഒരുപാട് ചുമന്ന് കഴിയുമ്പോൾ, ഉള്ളി ചുമന്ന് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളകും മല്ലിയും ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ച് ഇതിനകത്തിട്ട് വഴറ്റുക. ഇവിടെ നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി വളരെ കാര്യമായിട്ട് അമ്മ വെച്ചുകൊണ്ടിരിക്കുക. അതിനകത്തിപ്പം മെയിനായിട്ട്
കൂടുതലായിട്ടും ആദ്യം നമ്മൾ സാധാരണ മീൻകറിയിൽ ചെയ്യുന്ന പോലെ തന്നെ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അള്ളിയിട്ട് പിന്നെ അത് നന്നായിട്ട് വഴറ്റിയിട്ട് ബാക്കി അതിൻ്റെ കൂട്ടുകളും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതെല്ലാം കൂടെ ചേർത്ത് ഫിഷ് മസാലയായിട്ട് നമ്മൾ ചേർക്കാറില്ല. മുളക് പൊടി ആയിരിക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് ചേർക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കരിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ കുറച്ച് മുളക് പൊടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ്റെ കഷ്ണം, അത് തുണ്ടൻ മീൻ, അത് നമ്മൾ അതിനകത്തോട്ടിട്ട് ഇനി അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് റെഡിയായി വെന്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോഴത്തേക്കും മീൻ കറിയുടെ പരിപാടി റെഡി. വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളക്, ഒരു പച്ചമുളക് 2ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുമന്നുള്ളി, 4 വെളുത്തുള്ളി അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അവിയലിനുള്ള പ്രിപ്പറേഷനാണിത്. അതെല്ലാം കൂടെ വേണ്ടി അതിൻ്റെ മെയിൻ കൂട്ട് നമ്മൾ മിക്സിയിലടിക്കാൻ പോവാണ്. ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കണം. സത്യത്തിൽ മറന്നു വരിക, ജീരകം ചേർക്കാൻ കുറേ തവണ പറഞ്ഞാൽ ഞാൻ വിട്ടു. അവിയലിനുള്ള കൂട്ട് ജസ്റ്റ് അരച്ചല്ല, ഒന്ന് ചതച്ചെടുക്കുന്ന പാകത്തിന് ചതച്ചുമല്ല, അവിയൽ പോലെ അരഞ്ഞുമല്ല, എല്ലാം ഒരുവിധം മയപ്പെടുത്തി ഇങ്ങെടുത്തു. അതിനുശേഷം നമുക്ക് തൽക്കാലം ഇതിനെ മാറ്റി അമ്മയുടെ കൊടുക്കാം. അമ്മയെന്ന് പിടിച്ച് നമ്മുടെ മീമി ഇതാ അങ്ങനെ കിടന്ന് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം ഇത് ശരിയായെങ്കിലും പിന്നെ അവിടെ കിടന്നൊന്ന് വറ്റി ഒന്ന് പെരളണം. അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതവിടെ കിടന്ന് ആയിക്കോട്ടെ. അപ്പം മീൻ ഇനിയും നമുക്കിനി ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട, തന്നെ അത് റെഡി ആയിക്കോളും. അവിയലിനുള്ള പ്രിപ്പറേഷനാണിത്. അവിയലിന് നമ്മൾ എന്താ പറയുക, പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിനുള്ള കഷ്ണങ്ങളാണ് ചേന നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതാണ്, അതിട്ടു. അതെല്ലാം കൂടെ വഴറ്റാനാണ്. പിന്നെ കഷ്ണങ്ങൾ വെള്ളരിക്കയുണ്ട്, കായുണ്ട്, പടവലങ്ങയുണ്ട്, പിന്നെ മുരിങ്ങയ്ക്കയുണ്ട്, ക്യാരറ്റ്, കുമ്പളങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി വഴറ്റി മഞ്ഞൾപ്പൊടി കുറച്ച്, അവിയൽ ഇവിടെ ഏകദേശം ഇങ്ങനെ റെഡിയായി വരികയാണ്. അതിൻ്റെ കൂട്ടും അതിൻ്റെ കഷ്ണങ്ങളും എല്ലാം വെന്ത് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ മീൻകറി ഞാൻ പറഞ്ഞിരുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട, അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതിയെന്ന്. മീൻകറി ഇവിടെ റെഡിയായി നല്ല ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇപ്പം തന്നെ എടുത്തങ്ങ് വെച്ചേക്കാം. നമ്മുടെ ആദ്യത്തെ ഡിഷ് റെഡിയായി. കോട്ടയം സ്റ്റൈലിലുള്ള വറ്റിച്ച മീൻകറി. എൻ്റെ ഗ്രേവി ഭയങ്കര തിക്കായിരിക്കും. നല്ല വറ്റിച്ചെടുത്തതാണ്. നല്ല എരിവുണ്ട്, നല്ല സ്പൈസിയാണ്, അത്യാവശ്യം പുളിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.